സൂപ്പർ താരങ്ങളെ വെച്ച് പടം ചെയ്തിട്ടുള്ള ഞാൻ 3 കൊല്ലം വീട്ടിലിരിക്കേണ്ടി വന്നു എന്ന് സംവിധായകൻ തുളസീദാസ്. തന്റെ കുട്ടനാടൻ എക്സ്പ്രസ് എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ സംബന്ധിച്ച് പ്രതിഫലം പറ്റിയ ശേഷം ദിലീപ് ഓരോ ആവശ്യങ്ങളുമായി പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. നായികയെ മാറ്റണം, ക്യാമറാമാനെ മാറ്റണം എന്നിങ്ങനെ. സൗഹൃദപരമായ ഇത്തരം നിർദ്ദേശങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ ചില വിട്ടുവീഴ്ചകൾക്ക് സിനിമയുടെ നന്മയെ ചൊല്ലി സഹകരിക്കാറുണ്ടെങ്കിലും ഈ ആജ്ഞാപിക്കുന്ന രീതിയോട് എനിക്ക് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. സംവിധാനം എൻ്റെ ജോലിയാണ്. വെറും സ്റ്റാർട്ടും കട്ടും പറയുന്ന സംവിധായകനല്ല ഞാൻ. സിനിമയുടെ ടോട്ടാലിറ്റിയെക്കുറിച്ച് എനിക്ക് ധാരണയുണ്ടെന്ന് അല്പം കടുത്ത ഭാഷയിൽ തന്നെ തനിക്ക് പറയേണ്ടി വന്നുവെന്ന് തുളസീദാസ്. അതോടെ മലയാളത്തിലെ ഏത് സൂപ്പർ സ്റ്റാറുകളേക്കാൾ ശക്തനാണ് ദിലീപ് എന്ന് താൻ തിരിച്ചറിഞ്ഞു. നിർമ്മാതാവിനെ സ്വന്തമാക്കി തന്നെ സംവിധാന സ്ഥാനത്ത് നിന്ന് ആദ്യം പുറത്താക്കി. ക്രേസി ഗോപാലൻ എന്ന സിനിമയിൽ തുടങ്ങി. അന്ന് മാക്ടയുടെ തലപ്പത്തിരുന്ന വിനയനും കേമധുവും നടൻ സിദ്ദിഖുമെല്ലാം പറഞ്ഞ പ്രകാരം ഫെഫ്കയ്ക്ക് ഇതു സംബന്ധിച്ച് പരാതി നൽകി. ദിലീപ് സിനിമയിൽ സൃഷ്ടിച്ച അധോലോകത്തിന്റെ ശക്തി ശരിക്കും തിരിച്ചറിയാൻ തുടങ്ങിയത് അപ്പോഴാണ്. സിനിമാ രംഗത്തെ പലരും തന്നെ കാണുമ്പോൾ ഒരു ശത്രുവിനെ കണ്ട പോലെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. താൻ സിനിമയിൽ അവതരിപ്പിച്ച ഗോപികയുടെ കല്യാണത്തിന് ഒരു കാർഡ് പോലും തനിക്ക് അയച്ചില്ല. ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചപ്പോൾ തുളസീദാസ് വന്നാൽ മറ്റു പലരും വരില്ല എന്നായിരുന്നു മറുപടി. റോമയെയും മീരാനന്ദനെയും നായികമാരാക്കി ഒരു ചിത്രം ചെയ്യാൻ അഡ്വാൻസ് കൊടുത്തു. എന്നാൽ അവർ അഡ്വാൻസ് തിരിച്ചു തന്ന് അഭിനയിക്കാൻ പറ്റില്ലെന്ന് അറിയിക്കുകയായിരുന്നു. നിർമ്മാതാക്കളും പടം ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. നിങ്ങളുടെ പടം വിതരണത്തിനെടുക്കാൻ ആളില്ല എന്നായിരുന്നു അവർ പറഞ്ഞത്. സൂപ്പർ താരവും തന്നെ കണ്ടപ്പോൾ നിങ്ങൾ പരാതിയുമായി വരില്ലേ എന്ന് പറഞ്ഞ് മുഖം തിരിച്ചതോടെ തനിക്ക് വലിയ വിഷമമായി. നിങ്ങളെയും ദിലീപിനെയും ഞാൻ ഒരുപോലെയല്ല കാണുന്നതെന്ന് മറുപടി പറഞ്ഞെങ്കിലും താൻ കരഞ്ഞുപോയ നിമിഷമായിരുന്നു അതെന്ന് തുളസീദാസ് പറഞ്ഞു. പിന്നീട് 3 വർഷങ്ങൾക്ക് ശേഷം ഗേൾസ് എന്ന പേരിൽ നായികമാരെ വെച്ച് മാത്രം ചെറിയൊരു പടം എടുക്കേണ്ടി വന്നതും നടന്മാരെ കിട്ടാത്തതുകൊണ്ട് തന്നെയാണ് എന്ന് തുളസീദാസ് തുടർന്ന് പറഞ്ഞു. ഞാൻ പരാതി പറയാനും വിളിച്ചു പറയാനും പോയി എന്നത് നേരാണ്. എന്നാൽ ഇതുപോലെയുള്ള എത്രയോ നിശബ്ദമാക്കപ്പെട്ട ഒതുക്കലുകൾക്ക് ഈ ശക്തൻ ചരട് വലിച്ചിട്ടുണ്ടെന്ന് സിനിമാ ലോകത്തിനറിയാം. ഇപ്പോൾ വെളിച്ചത്ത് വന്നിരിക്കുന്ന ഈ തിരക്കഥ പോലും നോക്കിക്കോളൂ, 3 വർഷത്തെ തിരക്കഥയാണ്. എത്ര വലിയവനായാലും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടും. You are watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.